Welcome to today's class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെക്റ്റർ ഡയഗ്രാം അനാലിസിസ് ഓഫ് LCR സീരീസ് സർക്യൂട്ട്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ തിയററ്റിക്കൽ ആയിട്ടുള്ള അനാലിസിസ് നടത്തിയതാണ്. ഇന്ന് നമ്മൾ വെക്റ്റർ ഡയഗ്രാം അനാലിസിസ് ഓഫ് LCR സീരീസ് സർക്യൂട്ടാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ട എന്താണ് വെക്റ്റർ ഡയഗ്രാം ഫോർ LCR സർക്യൂട്ട് വേണം അല്ലേ. ഇതൊരു സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് ഞാൻ അസ്യൂം ചെയ്യുന്നു ദ കറണ്ട് അലോങ് ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് I equal to I0 sin omega t അലോങ് ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഇൻഡിവിജ്വൽ കോമ്പണൻസ് തമ്മിലുള്ള ഫേസ് റിലേഷൻ നമുക്ക് നോക്കും. അപ്പോൾ ഫസ്റ്റ് ഞാൻ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ നോക്കുകയാണ്. സോ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ഈസ് ഇൻ ഫേസ് വിത്ത് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട് ആണ് നമുക്കറിയാം. അതായത് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്ററും കറണ്ടും എന്താണ്, ഇൻ ഫേസിലാണ്. സോ ഇറ്റ് വിൽ അപ്പിയർ അലോങ് ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ഇറ്റ് സെൽഫ്. Now what about VL, voltage across inductor? Voltage across inductor leads the current by a phase of pi by 2. So VL will be along positive y direction. And similarly VC, voltage across capacitor, lags the current by a phase of pi by 2. So VC will be along the negative y direction. അപ്പോൾ ഇതാണ് ഒരു വെക്റ്റർ ഡയഗ്രത്തിൻ്റെ അല്ലെങ്കിൽ LCR സീരീസ് സർക്യൂട്ടിൻ്റെ വെക്റ്റർ ഡയഗ്രത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ. ഇനി നോക്കുക, ഇവിടെ VL ആൻഡ് VC രണ്ടും ആൻറ്റി പാരലൽ അല്ലേ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ. ആൻഡ് അസ്യൂം ചെയ്യുക VL ഗ്രേറ്റർ ദാൻ, VLൻ്റെ മാഗ്നിറ്റ്യൂഡ് VCൻ്റെ മാഗ്നിറ്റ്യൂഡിനേക്കാളും കൂടുതലാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ദ റിസൾട്ടൻ്റ് ഓഫ് VL ആൻഡ് VC എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി VL മൈനസ് VC അലോങ് ദ പോസിറ്റീവ് y ഡയറക്ഷൻ. നമുക്കറിയാം രണ്ട് വെക്ടറുകൾ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് കാണുമ്പോൾ എന്ത് ചെയ്യുക, ഏതാണോ വലിയ മാഗ്നിറ്റ്യൂഡുള്ള വെക്ടർ മൈനസ് സ്മോൾ മാഗ്നിറ്റ്യൂഡുള്ള വെക്ടർ, പിന്നെ ഡയറക്ഷനോ ഏതാണോ വലിയ മാഗ്നിറ്റ്യൂഡുള്ള വെക്ടർ അതിൻ്റെ ഡയറക്ഷനിൽ. സോ ഇവിടെ ഞാൻ പറഞ്ഞു VLൻ്റെ മാഗ്നിറ്റ്യൂഡാണ് കൂടുതൽ. സോ റിസൾട്ടൻ്റ് വിൽ ബി ദ ഡിഫറൻസ് ഓഫ് VL മൈനസ് VC അലോങ് ദ ഡയറക്ഷൻ ഓഫ് VL, ദാറ്റ് ഈസ് പോസിറ്റീവ് y ഡയറക്ഷൻ. അപ്പോൾ ഇനി നമ്മൾ നോക്കിയാൽ ഏത് മാത്രം നോക്കിയാൽ മതി, VL ഓ VC ഓ സെപ്പറേറ്റ് ആയിട്ട് നോക്കണ്ട, ഇതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള VL മൈനസ് VC നോക്കിയാൽ മതി. ആൻഡ് ദിസ് VL മൈനസ് VC ഈസ് പെർപെൻഡിക്കുലർ ടു VR. VL മൈനസ് VCയും VR എന്താണ്, പെർപെൻഡിക്കുലർ ആണ്. സോ ദ റിസൾട്ടൻ്റ് ഓഫ് ദിസ് വെക്റ്റർ VR ആൻഡ് VL മൈനസ് VC വിൽ ബി അലോങ് എ പെർട്ടിക്കുലർ ഡയറക്ഷൻ ബൈ മേക്കിംഗ് ആൻ ആംഗിൾ ഫൈ വിത്ത് ദ കറണ്ട്. അതായത് ഈ VRൻ്റെയും VL മൈനസ് VCൻ്റെയും റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലായിരിക്കും ബൈ മേക്കിംഗ് ആൻ ആംഗിൾ ഫൈ വിത്ത് ദ കറണ്ട്. കറണ്ടിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ കറണ്ടിനേക്കാളും ഒരു 5 ഡിഫറൻസ് കൂടിയിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഇതിൻ്റെ റിസൾട്ടൻ്റ് ഉണ്ടാവുക. ആൻഡ് ദ റിസൾട്ടൻ്റ് വാല്യൂ വിൽ ബി റൂട്ട് ഓഫ് VR സ്ക്വയർ പ്ലസ് VL മൈനസ് VC സ്ക്വയർ. ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പാരലഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ്. ഇതിലൊരു തേർഡ് ടേം ഉണ്ടാവും, 2VR VL മൈനസ് VC കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ടൊരു ടേം കൂടെ ഉണ്ടാവും. ഇവിടെ കോസ് തീറ്റ എന്നല്ലെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ് ആണ്. അപ്പോൾ VL മൈനസ് VCയും VRും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് കോസ് 90 വരും, അത് 0 ആവും. അതുകൊണ്ടാണ് എന്ത് ചെയ്ത് എൻ്റെ റിസൾട്ടൻ്റ് വാല്യൂ റൂട്ട് ഓഫ് VR സ്ക്വയർ പ്ലസ് VL മൈനസ് VC സ്ക്വയർ എന്നുള്ളത് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഞാനിവിടെ രണ്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഡോട്ട് ലൈൻ വരച്ചിട്ടുള്ളത്. സോ ദിസ് ഇസ് VL മൈനസ് VC ആൻഡ് ദിസ് ഇസ് VL മൈനസ് VC, ദിസ് ഇസ് VR, ദിസ് ഇസ് VR. ഓക്കെ, സോ നമുക്ക് അനാലിസിസിലേക്ക് വരാം. സോ ദ total or applied EMF E will be equal to root of VR square plus VL minus VC whole square. നമുക്കറിയാം VR എന്ന് പറയുന്നത് I into R ആണ്, VL എന്ന് പറയുന്നത് I into XL ആണ്, VC എന്ന് പറയുന്നത് I into XC ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഈ രണ്ട് ടേമിലും I സ്ക്വയർ കോമണാണ്, അതിന് ഞാൻ സ്ക്വയർ റൂട്ടിന് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്തായിട്ട് മാറും, I ആയിട്ട് മാറും. സോ E ഈക്വൽ ടു I into root of R square plus XL minus XC whole square. Okay, now when E equal to E0, I equal to I0. സോ ആ ഒരു കണ്ടീഷൻ ഞാൻ ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ E0 by I0 എന്താണ്, E0 by I0 എന്ന് പറയുന്നത് the total impedance of this LCR series circuit. So E0 by I0 will be equal to Z, that is the total impedance of the LCR circuit, which will be equal to root of R square plus XL minus XC whole square. Again ഇതിനെ എനിക്ക് വേണമെങ്കിൽ ഇത് ടോട്ടൽ ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ തന്നെയാണ്, പക്ഷേ നമുക്ക് അറിയുന്ന L ഒമേഗ മൈനസ് 1/C ഒമേഗേൻ്റെ ടേമിലേക്ക് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. സോ XLൻ്റെ വാല്യൂ എന്താ, L ഒമേഗ അല്ലേ, XCൻ്റെ വാല്യൂ എന്താ, 1/C ഒമേഗ അല്ലേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദ ടോട്ടൽ ഇമ്പിഡൻസ് Z ഈക്വൽ ടു റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് L ഒമേഗ മൈനസ് 1/C ഒമേഗ ഹോൾ സ്ക്വയർ. തിയററ്റിക്കലായിട്ട് നമുക്ക് കിട്ടിയ അതേ ഇമ്പിഡൻസ് തന്നെയാണ് നമുക്ക്
വെക്റ്റർ ഡയഗ്രത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ദ ഫേസ്. ഫേസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ടാൻ ഫൈ കാണണം അല്ലേ? നോക്കിയേ ഫിഗറിന് ടാൻ ഫൈ ഏതായിരിക്കും? ടാൻ ഫൈ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. സോ ടാൻ ഫൈ ഈക്വൽ ടു ഇതേതാ വി എൽ മൈനസ് വി സി ഡിവൈഡഡ് ബൈ വി ആർ അല്ലേ? വി എൽ മൈനസ് വി സി എന്താണ്? ഐ ഇൻറ്റു എക്സ് എൽ മൈനസ് ഐ ഇൻറ്റു എക്സ് സി ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു ആർ. ഐയും ഐ ഒക്കെ കട്ട് ചെയ്ത് പോവും. സോ ടാൻ ഫൈ ഈക്വൽ ടു എക്സ് എൽ മൈനസ് എക്സ് സി ബൈ ആർ which is equal to L omega minus 1 by C omega by R. So phi equal to tan inverse L omega minus 1 by C omega divided by R. So this is the phase. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ മറന്നു തോന്നുന്നു. ഇവിടെ ആരാണ് ലീഡ് ചെയ്യുന്നത്, ആരാണ് ലാഗ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും നമുക്ക് ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഫൈ എന്ന് പറയുന്ന ആംഗിൾ എവിടെയാണ്? പോസിറ്റീവ് എക്സ് ഡയറക്ഷന് മുകളിലാണ്. ദാറ്റ് മീൻസ് ദ അപ്ലൈഡ് ഇ എം എഫ് ഓർ ദ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഇ എം എഫ് ലീഡ്സ് ദ കറന്റ് ബൈ എ ഫേസ് ഓഫ് phi. തിയററ്റിക്കലായിട്ട് നമുക്ക് അങ്ങനെ തന്നെയല്ലേ കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ദ അപ്ലൈഡ് ഇ എം എഫ് ലീഡ്സ് ദ കറന്റ് ബൈ എ ഫേസ് ഡിഫറൻസ് ഓഫ് phi ആൻഡ് ദ ഫേസ് ഡിഫറൻസ് phi ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എൽ ഒമേഗ മൈനസ് 1 ബൈ സി ഒമേഗ ബൈ ആർ ഇറ്റ് സെൽഫ്. ഇനി ഒരാളും കൂടെ ഇവിടെ കാണാം. ദാറ്റ് ഈസ് പവർ ഫാക്ടർ കോസ് phi. കോസ് phi എന്തായിരിക്കും? ദാ adjacent side by hypotenuse, that is VR divided by hypotenuse ആണ് applied EMF, that is root of VR square plus VL minus VC square. അത് ഇതേപോലെ നമ്മൾ ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ we will get R divided by root of R square plus L omega minus 1 by C omega square. That is the power factor. Power factor എന്താണ് നമ്മൾ പറഞ്ഞത്? It is the amount of energy spent across the circuit അല്ലേ? സർക്യൂട്ടിലൂടെ എത്രയാണോ എനർജി സ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഒരു മെഷറാണ് എന്ത്? പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസൊണൻസ് ഇൻ LCR സീരീസ് സർക്യൂട്ട്. റെസൊണൻസ് നമുക്ക് കേട്ട് പരിചയമുള്ള ഒരു വേർഡാണ് അല്ലേ? റെസൊണൻസ് എന്താണ്? റെസൊണൻസ് എന്ന് പറഞ്ഞാൽ ഓസിലേഷനെ സംബന്ധിച്ചിടത്തോളമായിരിക്കും നമ്മൾ റെസൊണൻസ് പഠിച്ചിട്ടുണ്ടാവുക. അതായത് എപ്പോഴാണോ നമ്മുടെ ഒരു സർക്യൂട്ടിലെ നാച്ചുറൽ ഫ്രീക്വൻസിയും എക്സ്റ്റേണലി അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ഡ്രിവൺ ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയും ഈക്വൽ ആവുന്നത് ഓസിലേഷൻ എന്താവും? അതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ നടക്കും. ആ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേഷൻ നടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസൊണൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ LCR സീരീസ് സർക്യൂട്ടിൽ എന്താണ് റെസൊണൻസ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, നമുക്കറിയാം ദ ടോട്ടൽ ഇമ്പിഡൻസ് ഓഫ് LCR സീരീസ് സർക്യൂട്ട് എന്ന് പറയുന്നത് Z ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ ഒമേഗ മൈനസ് 1 ബൈ സി ഒമേഗ ഹോൾ സ്ക്വയർ ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ എഫക്റ്റീവ് വാല്യൂ ഓഫ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദിസ് സർക്യൂട്ട്? ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന എഫക്റ്റീവ് വാല്യൂ ഓഫ് കറണ്ട് എന്തായിരിക്കും? ഓംസ് ലോ യൂസ് ചെയ്യാം നമുക്ക്. V by total impedance. So I equal to V by Z, that is V by root of R square plus L omega minus 1 by C omega square. ഇനി ഇവിടെ നമ്മളൊരു കാര്യം നോക്കുകയാണ്. അതായത് when XL equal to XC, XL equal to XC എന്ന് പറഞ്ഞാൽ L omega equal to 1 by C omega. എപ്പോഴാണോ L omega equal to 1 by C omega ആവുന്നത് ആ സമയത്ത് എന്താണ് നമ്മുടെ ടോട്ടൽ ഇമ്പിഡൻസിൻ്റെ പ്രത്യേകത? എൽ ഒമേഗ ഈക്വൽ ടു 1 ബൈ സി ഒമേഗ ആകുമ്പോൾ ഈ ടേം എന്തായി പോകും? 0 ആയി പോവില്ലേ? സോ Z ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ വരും, അല്ലെങ്കിൽ Z ഈക്വൽ ടു ആർ വരും. സോ വെൻ XL ഈക്വൽ ടു XC ഓർ എൽ ഒമേഗ ഈക്വൽ ടു 1 ബൈ സി ഒമേഗ, ദ ടോട്ടൽ ഇമ്പിഡൻസ് റെഡ്യൂസസ് ടു ദ ടോട്ടൽ ഓമിക് റെസിസ്റ്റൻസ് ഇറ്റ് സെൽഫ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ കറണ്ട്? I വിൽ ബി ഈക്വൽ ടു V ബൈ ആർ. അതായത് ടോട്ടൽ ഇമ്പിഡൻസ് മാറിയിട്ട് അതിലുള്ള റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് മാത്രമായി മാറി. സോ I ഈക്വൽ ടു V ബൈ ആർ. ആക്ച്വലി I ഈക്വൽ ടു V ബൈ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ആയിരിക്കും. കാരണം ഈ ഒരു കണ്ടീഷൻ ഞാൻ അപ്ലൈ ചെയ്തപ്പം നമ്മുടെ ഇമ്പിഡൻസ് എന്ത് ചെയ്യാണ്? കുറയാൻ ചെയ്യുന്നത്, റെസിസ്റ്റൻസ് കുറയാണ്. റെസിസ്റ്റൻസ് കുറയുമ്പം സർക്യൂട്ടിലുള്ള കറണ്ട് ഫ്ലോ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും അല്ലേ? സോ I ഈക്വൽ ടു V ബൈ ആർ ഈസ് ദ മാക്സിമം കറണ്ട് ദാറ്റ് ഈസ് ഫ്ലോയിങ് ത്രൂ ദിസ് സർക്യൂട്ട്. ഈ ഒരു കണ്ടീഷനെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ LCR സീരീസ് സർക്യൂട്ടിൽ റെസൊണൻസ് എന്ന് വിളിക്കുന്നത്. അതായത് when the inductive reactance equals to capacitive reactance, an LCR series circuit allows maximum current to flow through the circuit as the impedance is minimum. അതായത് എപ്പോഴാണോ XL ഈക്വൽ ടു XC ആവുന്നത് ഈ സർക്യൂട്ടിലൂടെ മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യും, ബിക്കോസ് ദ ഇമ്പിഡൻസ് ഈസ് റെഡ്യൂസ് ടു ഇറ്റ്സ് മിനിമം വാല്യൂ, ദാറ്റ് ഈസ് ഇറ്റ്സ് ഓമിക് റെസിസ്റ്റൻസ് വാല്യൂ.
ഇതിനെയാണ് നമ്മൾ ഈ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണെന്ത്? റെസൊണൻസ്. ആൻഡ് ഈ ഒരു സർക്യൂട്ടിനെ ഇപ്പം നമ്മൾ വിളിക്കും ദ സീരീസ് റെസൊണൻസ് സർക്യൂട്ട്. ഓക്കെ, ഇനി അറ്റ് റെസൊണൻസ് നമുക്കറിയാം എക്സ് എൽ ഈക്വൽ ടു എക്സ് സി ആണ്, അല്ലെങ്കിൽ 1/c ഒമേഗ ഈക്വൽ ടു എൽ ഒമേഗയാണ്. വാട്ട് വിൽ ബി ദ ഫേസ്? എന്തായിരിക്കും ഫേസ്? അപ്ലൈഡ് ഇ എം എഫും കറണ്ട് നമ്മളുടെ ഫേസ് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ ബൈ ആർ അല്ലേ ഫേസ് എന്ന് പറയുന്നത്. പക്ഷേ എൽ ഒമേഗ ഈക്വൽ ടു 1/c ഒമേഗ ആണെങ്കിൽ ന്യൂമറേറ്റർ 0 ആയി പോയില്ലേ. സോ ടാൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ ഫൈ ഈക്വൽ ടു 0. എന്താ അതിൻ്റെ മീനിങ്? അതായത് when the circuit is at resonance, there won't be any phase difference between instantaneous value of EMF and current. Phi equal to 0 എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് EMFും കറണ്ടും തമ്മിൽ എന്തില്ല? ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതി പറയാം, ഈ ഫേസ് ഡിഫറൻസ് ഇല്ലാത്ത കേസ് എപ്പോഴാണ് വരുന്നത്? പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ആവുന്ന കേസിലാണ് കറണ്ടും EMFും ഇൻ ഫേസ് ആവുന്നത്. അപ്പം നമുക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ എൽ സി അല്ലെങ്കിൽ അറ്റ് റെസൊണൻസിൽ ഈ LCR സർക്യൂട്ടിൽ ഇൻഡക്ടറോ കപ്പാസിറ്ററോ ഉള്ളതായിട്ട് നമുക്ക് തോന്നില്ല. അതാണ് അടുത്തതായിട്ട് ഞാൻ എഴുതിയിട്ടുള്ളത്. LCR സീരീസ് സർക്യൂട്ട് അല്ലെങ്കിൽ LCR സീരീസ് സർക്യൂട്ട് അറ്റ് റെസൊണൻസ് ബിഹേവ് ആസ് ഇഫ് ദർ ഈസ് നോ ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ. ഇൻഡക്ടറോ കപ്പാസിറ്ററോ ഇല്ല എന്നുള്ള രീതിയിലാണ് ബിഹേവ് ചെയ്യുക. കാരണം ഇൻഡക്ടറോ കപ്പാസിറ്ററോ ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഫേസ് റിലേഷൻ ഉണ്ടാവണമായിരുന്നു. പക്ഷേ റെസൊണൻസിൽ ഫേസ് റിലേഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ രണ്ട് കോണിന് ഇല്ല എന്നുള്ളൊരു പ്രതീതിയാണ്. ഇല്ല എന്നുള്ളൊരു പ്രതീതിയാണ്. മാത്രമല്ല ഈ ടോട്ടൽ EMF എവിടെയാണ് അപ്പിയർ ചെയ്യുന്നത്? ദ ടോട്ടൽ EMF ഈസ് അപ്പിയർ അക്രോസ് ദ റെസിസ്റ്ററിന് അക്രോസ് ആണ് ടോട്ടൽ EMF അപ്പിയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം E ഈക്വൽ ടു VR. ശരിക്കും നമ്മുടെ ഇക്വേഷൻ E ഈക്വൽ ടു VR പ്ലസ് VL പ്ലസ് VC ആണ്. പക്ഷേ ഫേസ് ഡിഫറൻസ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻഡക്ടറോ കപ്പാസിറ്ററോ ഇല്ലാത്ത രീതിയിലാണ്. മാത്രമല്ല ഉള്ള EMF മൊത്തം അപ്പിയർ ചെയ്യുന്നത് അക്രോസ് ദ റെസിസ്റ്ററാണ്. സോ E ഈക്വൽ ടു VR. അത് ഇൻ ഫേസും കൂടി ആയതുകൊണ്ട് നമുക്ക് എഴുതാം E0 സൈൻ ഒമേഗ ടി. സോ E ഈക്വൽ ടു VR ആയതുകൊണ്ട് നമ്മുടെ ജനറൽ ഇക്വേഷൻ ആയിട്ടുള്ള E ഈക്വൽ ടു VR പ്ലസ് VL പ്ലസ് VCയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ VL പ്ലസ് VCൻ്റെ വാല്യൂ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി 0 സിൻസ് E ഈക്വൽ ടു VR. സോ അതും കൂടെ ഞാൻ എഴുതുന്നു. സോ ഫ്രം ദിസ് കണ്ടീഷൻ, ഈ ഒരു കണ്ടീഷനാണ് ഞാൻ എഴുതുന്നത് VL പ്ലസ് VC ഈക്വൽ ടു 0 ഓർ VL ഈക്വൽ ടു മൈനസ് VC. അപ്പം ഈ ഒരു റീസൺ കൊണ്ടാണ്, അതായത് റെസൊണൻസിലാവുന്ന സമയത്ത് അപ്ലൈഡ് EMF മൊത്തമായിട്ട് VRന് അക്രോസ് ആയിട്ട് അപ്പിയർ ചെയ്യുന്നു. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഒരു കണ്ടീഷനിൽ ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പും കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ എന്താണ്? ഓപ്പോസിറ്റ് ആണ്. ദാറ്റ് ഇസ് VL ഈക്വൽ ടു മൈനസ് VC ആണ്. അതുകൊണ്ടാണ് അതെന്ത് ചെയ്യാത്ത അപ്പിയർ ചെയ്യാത്തതായിട്ട് നമുക്ക് തോന്നുന്നത് എന്നർത്ഥം. ഓക്കെ, നെക്സ്റ്റ് സീരീസ് LCR റെസൊണൻസ് സർക്യൂട്ട് ആസ് ആക്സെപ്റ്റർ സർക്യൂട്ട്. സീരീസ് LCR റെസൊണൻസ് സർക്യൂട്ടിനെ നമ്മൾ ആക്സെപ്റ്റർ സർക്യൂട്ട് എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അതിനെ ആക്സെപ്റ്റർ സർക്യൂട്ട് എന്ന് വിളിക്കുന്നുള്ള കാര്യം ഈ ഒരു ഡിസ്കഷനിൽ നമുക്ക് പറയാം. സോ നമുക്ക് ആദ്യം അറിയുന്ന കാര്യം, അറ്റ് റെസൊണൻസ് XL ഈക്വൽ ടു XC ആണ്. ഈ സമയത്ത് നമ്മുടെ സർക്യൂട്ട് എന്ത് ചെയ്യും? മാക്സിമം കറണ്ടിനെ അലോ ചെയ്യും അല്ലേ? അപ്പോൾ XL ഈക്വൽ ടു XC ആണ്, അല്ലെങ്കിൽ L ഒമേഗ ഈക്വൽ ടു 1/c ഒമേഗ ആണ്. ഇവിടുന്ന് ഞാൻ ആദ്യം ഫ്രീക്വൻസി ഓഫ് ദിസ് LCR സർക്യൂട്ട് ഞാൻ കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? എനിക്ക് ഈ ഒമേഗനെ ഒന്ന് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും, എല്ലിനെ ഞാൻ ഇപ്പുറത്തെ കൊണ്ടുവരും. സോ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 1/LC ഓർ ഒമേഗൻ്റെ വാല്യൂ എന്താ? 2πf അല്ലേ? ഇവിടുന്ന് ഒമേഗൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? ഒമേഗ ഈക്വൽ ടു 1/√LC എന്ന് കിട്ടില്ലേ? So omega equal to 2πf which is equal to 1/√LC or f equal to 1/2π√LC. ഇവിടുത്തെ ഫ്രീക്വൻസി f എന്ന് പറഞ്ഞ ഫ്രീക്വൻസി ആരാണ് ശരിക്കും? Here the f is the natural frequency of LCR series circuit. അതായത് പുറമേ നിന്നുള്ള ഒരു ഫോഴ്സുകളും ഇല്ലാതെ ഈ സർക്യൂട്ടിൻ്റെ സ്വന്തമായിട്ടുള്ള ഈ ഒരു ഫ്രീക്വൻസിയാണെന്ന് എന്ത് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതായത് ആ സർക്യൂട്ട് ഇറ്റ്സെൽഫിന് ആവെ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഓസിലേഷൻ ഫ്രീക്വൻസി. ഇപ്പം ഇത് AC ആയതുകൊണ്ട് അതിന് എന്തായാലും ഒരു എന്തുണ്ടാവും? ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി ഉണ്ടാവും. അല്ലെങ്കിൽ അതിനൊരു ഫ്രീക്വൻസി ഉണ്ടാവും. ആ ഒരു ഫ്രീക്വൻസി, ആ സർക്യൂട്ടിൻ്റെതായിട്ടുള്ളൊരു ഫ്രീക്വൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? നാച്ചുറൽ ഫ്രീക്വൻസി. ക്ലിയർ? ഇനി നമുക്കറിയാം റെസൊണൻസ് നടക്കണം എന്നുണ്ടെങ്കിൽ, ഫ്രീക്വൻസിൻ്റെ ടേമിലാണെങ്കിൽ റെസൊണൻസ് നടക്കണം എന്നുണ്ടെങ്കിൽ
എക്സ്റ്റേണലി നമ്മളൊരു ഡ്രിവൺ ഫോഴ്സ് കൊടുക്കുമ്പം ആ ഡ്രിവൺ പീരിയോഡിക് ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയും നാച്ചുറൽ ഫ്രീക്വൻസിയും എപ്പോഴാണോ ഈക്വൽ ആവുന്നത് അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ വൈബ്രേഷൻ ആണെങ്കിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡിലുള്ള വൈബ്രേഷൻ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ സോൾജേഴ്സ് മാർച്ച് ചെയ്യുന്നത് ഹാങ്ങിങ് ബ്രിഡ്ജിലൂടെ മാർച്ച് ചെയ്യുന്ന സമയത്ത് സോൾജേഴ്സ് കൊടുക്കുന്ന ആ ഒരു പീരിയോഡിക് ആയിട്ടുള്ള ഫോഴ്സും ആ ബ്രിഡ്ജിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എപ്പോഴാണോ ഈക്വൽ ആവുന്നത് അപ്പോൾ എന്ത് ചെയ്യും, മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ എന്ത് ചെയ്യാൻ തുടങ്ങും, ആ ബ്രിഡ്ജ് ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതാണ് സത്യം പറഞ്ഞാൽ റെസൊണൻസിൻ്റെ കണ്ടീഷൻ. ഇവിടെ നമ്മൾ പറയുന്നു, ഇവിടെ റെസൊണൻസ് LCR സീരീസ് സർക്യൂട്ടിലെ റെസൊണൻസ് നടക്കണം എന്നുണ്ടെങ്കിൽ, ഫ്രീക്വൻസി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, നടക്കണം എന്നുണ്ടെങ്കിൽ ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് LCR സർക്യൂട്ടും ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ ഫ്രീക്വൻസി എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അതായത് സോ ടു ഒക്കർ റെസൊണൻസ് ഇൻ LCR സീരീസ് സർക്യൂട്ട് കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ് ഷുഡ് ഹാവ് എ ഫ്രീക്വൻസി equal to the natural frequency of LCR series circuit. Only at this frequency the circuit accept an alternating current at its full strength. അതായത് ഇവിടെ LCR സീരീസ് സർക്യൂട്ടിൻ്റെ കേസിൽ റെസൊണൻസ് കണ്ടീഷൻ നമ്മൾ ഫ്രീക്വൻസി വെച്ച് പറയുകയാണെങ്കിൽ എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ ഫ്രീക്വൻസിയും ഈ LCR സീരീസ് സർക്യൂട്ടിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും എപ്പോഴാണോ ഈക്വൽ ആവുന്നത് അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ സർക്യൂട്ട് ഇതിലൂടെയുള്ള കറണ്ടിനെ എന്ത് ചെയ്യും, മാക്സിമം സ്ട്രെങ്ത്തിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം വാല്യൂവിൽ എന്ത് ചെയ്യുന്നത്, അലോ ചെയ്യുന്നത്. അത് തന്നെയല്ലേ നമ്മുടെ റെസൊണൻസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ. സോ ഹിയർ when the frequency of current flowing through this circuit equals to the natural frequency of LCR circuit, resonance occurs. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സർക്യൂട്ട് മാക്സിമം കറണ്ടിനെ എന്ത് ചെയ്യും, അലോ ചെയ്യും, അല്ലെങ്കിൽ മാക്സിമം സർക്യൂട്ടിനെ ആക്സെപ്റ്റ് ചെയ്യും. അപ്പം ഈ സമയത്ത് മാക്സിമം കറണ്ടിനെ ആക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, LCR റെസൊണൻസ് സർക്യൂട്ട് ആസ് എൻ ആക്സെപ്റ്റർ. ആക്സെപ്റ്റ് ചെയ്യാണ്, കൂടുതൽ കറണ്ടിനെ ആക്സെപ്റ്റ് ചെയ്യാണ്. സോ അതുകൊണ്ടാണ് നമ്മളിതിനെ LCR സീരീസ് റെസൊണൻസ് സർക്യൂട്ടിനെ ആക്സെപ്റ്റർ സർക്യൂട്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യും, മാക്സിമം കറണ്ടിനെ അത് അലോ ചെയ്യും അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ സത്യം പറഞ്ഞാൽ റെസൊണൻസിൻ്റെ അതേ കണ്ടീഷൻ തന്നെയാണ് ഈ ആക്സെപ്റ്റർ സർക്യൂട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സീരീസ് ഇത് എന്തായാലും പഠിച്ചു വയ്ക്കുക. സീരീസ് LCR സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്, ആക്സെപ്റ്റർ സർക്യൂട്ടാണ്. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പാരലൽ LCR സർക്യൂട്ട് പഠിക്കും. അപ്പോൾ നമ്മളിതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം പഠിച്ചു വയ്ക്കുക, LCR സീരീസ് സർക്യൂട്ട് അല്ലെങ്കിൽ സീരീസ് റെസൊണൻസ് സർക്യൂട്ടുകളൊക്കെ തന്നെ എന്താണ്, ആക്സെപ്റ്റർ സർക്യൂട്ടുകളാണ്. ഓക്കെ, വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ ഫാക്ടർ ഓർ Q ഫാക്ടർ ഓർ ക്വാളിറ്റി ഫാക്ടർ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ളതായിരിക്കും. Q ഫാക്ടർ എന്താണ്, ക്വാളിറ്റി ഫാക്ടർ എന്താണെന്നുള്ളത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ Q ഫാക്ടർ ഓർ ക്വാളിറ്റി ഫാക്ടർ ഈസ് ദ റേഷ്യോ ഓഫ് വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ ഓർ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ടു ദ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ അറ്റ് റെസൊണൻസ്. അതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്, അറ്റ് റെസൊണൻസ്. അതായത് ഒരു സർക്യൂട്ടിലെ റെസൊണൻസ് കണ്ടീഷനിൽ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടറിൻ്റെയോ അല്ലെങ്കിൽ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്ററോ ഡിവൈഡഡ് ബൈ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്ററിൻ്റെ വാല്യൂനെ വിളിക്കുന്ന പേരാണെന്ത്, Q ഫാക്ടർ, ക്വാളിറ്റി ഫാക്ടർ അല്ലെങ്കിൽ വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ ഫാക്ടർ. ദാറ്റ് ഈസ് Q ഈക്വൽ ടു VL ബൈ VR ഓർ Q ഈക്വൽ ടു VC ബൈ VR. ഓക്കെ, ഇനി നമുക്കറിയാം ദ ടോട്ടൽ EMF ഇൻ ദ സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്, LCR സർക്യൂട്ടിൻ്റെ കേസ് ആണെങ്കിൽ E ഈക്വൽ ടു VR പ്ലസ് VL പ്ലസ് VC ആണ്. പക്ഷേ റെസൊണൻസ് കണ്ടീഷനിൽ നമുക്കറിയാം E എന്ന് പറയുന്നത് എന്താണ്, VR മാത്രമാണ് അല്ലേ, ശരിയല്ലേ? അല്ലെങ്കിൽ VL പ്ലസ് VC എന്താണ്, 0 അല്ലേ? സോ E ഈക്വൽ ടു VR ആണ്. നമ്മൾ ഓൾറെഡി നമ്മൾ റെസൊണൻസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, റെസൊണൻസ് കണ്ടീഷനിൽ എല്ലാ വോൾട്ടേജും എവിടെ അപ്പിയർ ചെയ്യുള്ളൂ, റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് അപ്പിയർ ഉള്ളൂ. സോ E ഈക്വൽ ടു VR. അപ്പോൾ ഈ വാല്യൂ E ഈക്വൽ ടു VR എന്നുള്ള വാല്യൂ എനിക്ക് ഇക്വേഷനിൽ കൊടുത്തൂടെ. സോ അറ്റ് റെസൊണൻസ് Q ഈക്വൽ ടു VL ബൈ E ഓർ VC ബൈ E. VRന് പകരം E കൊടുത്തു എന്നുള്ളൂ. സോ ദിസ് ഈസ് ദ Q ഫാക്ടർ അല്ലെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ അല്ലെങ്കിൽ വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ ഫാക്ടർ. പക്ഷേ ഇത് ഒരിക്കലും എന്ത് മീൻ ചെയ്യുന്നില്ല, VLൻ്റെ വാല്യൂ VCൻ്റെ വാല്യൂ 0 ആണെന്നൊന്നും മീൻ ചെയ്യുന്നില്ല കേട്ടോ. നോക്കുക, അറ്റ് റെസൊണൻസ് ഈവൻ ദോ ദ റിസൾട്ടൻറ്റ് വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ ബിക്കം 0. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് VL പ്ലസ് VC ആണ് 0 എന്ന് പറഞ്ഞാൽ, അല്ലാതെ VLോ VCയോ സെപ്പറേറ്റ് ആയിട്ട് 0 എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. റിസൾട്ടൻറ്റ് വാല്യൂ ഓഫ് VL പ്ലസ് VC എന്താണ്, 0 ആണെങ്കിൽ കൂടെ ഇവിടെ ആർക്ക് VLനും VCക്കും എന്ത് ചെയ്യുന്നുണ്ട്, മാഗ്നിഫിക്കേഷൻ സംഭവിക്കുന്നുണ്ട്.
അതാണ് ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത്. അറ്റ് റെസൊണൻസ് ഈവൻ ദോ ദ റിസൾട്ടന്റ് വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ ബിക്കം സീറോ, സെപ്പറേറ്റ്ലി ദേ ആർ ഹാവിംഗ് എ മാഗ്നിഫൈഡ് വാല്യൂ സച്ച് ആസ് വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ ഈക്വൽസ് ടു ക്യൂ ടൈംസ് ദ അപ്ലൈഡ് ഇ എം എഫ്. നോക്കുക, ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഞാൻ എടുക്കാമെന്ന് വിചാരിക്കാം. ഈ ഇക്വേഷൻ എടുക്കുമ്പോൾ റെസൊണൻസിൽ വി എല്ലിൻ്റെ വാല്യൂ എന്തായിരിക്കും? ക്യൂ ഇൻറ്റു ഇ അല്ലേ. അതായത് അവിടെ ക്യൂ ടൈംസ് ദ അപ്ലൈഡ് ഇ എം എഫിൻ്റെ വാല്യൂ ആണ് വി എല്ലിന് വരുന്നത്. അപ്പം ഇൻഡിവിജ്വലായിട്ട് അതിന് വാല്യൂ ഉണ്ടെങ്കിലും റിസൾട്ടൻറ്റ് വാല്യൂ ഓഫ് വി എൽ പ്ലസ് വി സി എപ്പോഴും എന്തായിരിക്കും? സീറോ ആയിരിക്കും റെസൊണൻസ് കണ്ടീഷനിൽ. അത് മറക്കരുത്. റിസൾട്ടൻറ്റ് വാല്യൂ ഓഫ് വി എൽ മൈനസ് വി സി ആണ് സീറോ ആവുന്നത്, വി എൽ പ്ലസ് വി സി ആണ് സീറോ ആവുന്നത്. അല്ലാതെ വി എല്ലോ വി സിയോ സെപ്പറേറ്റ് ആയിട്ട് എന്തല്ല, സീറോ അല്ല, സെപ്പറേറ്റ് ആയിട്ട് അതിന് മാഗ്നിഫിക്കേഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു റേഷ്യോ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ക്യൂ ഈക്വൽ ടു വി എൽ ബൈ ഇ ഓർ ക്യൂ ഈക്വൽ ടു വി സി ബൈ ഇ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസൊണൻസ് കർവ് ആൻഡ് ഹാഫ് പവർ ഫ്രീക്വൻസി. റെസൊണൻസ് കർവ് ആൻഡ് ഹാഫ് പവർ ഫ്രീക്വൻസി ഇതൊന്നുമല്ല, നമ്മൾ സർക്യൂട്ടിലൂടെ നമ്മൾ പറഞ്ഞു നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ റെസൊണൻസ് ഫ്രീക്വൻസി ആകുമ്പോഴാണ് നമ്മുടെ സർക്യൂട്ടിൽ എന്ത് ചെയ്യുന്നത്? മാക്സിമം കറണ്ട് അലോ ചെയ്യുന്നത്. ഈ ഫ്രീക്വൻസിക്ക് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ പോയി കഴിഞ്ഞാൽ നമ്മുടെ സർക്യൂട്ടിലെ കറണ്ടിൻ്റെ വാല്യൂ എന്തായിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും, ഒരിക്കലും മാക്സിമം ആവില്ല. അപ്പം മാക്സിമം കറണ്ട് അലോ ചെയ്യുന്നുള്ള ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ട്. അത് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് LCR സീരീസ് സർക്യൂട്ടും കറണ്ടിൻ്റെ ഫ്രീക്വൻസിയും ഈക്വൽ ആവുന്ന സമയത്തുള്ളതാണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് റെസൊണൻസ് കർവ് ആദ്യം വരച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും. റെസൊണൻസ് കർവ് ഞാൻ വരയ്ക്കുന്നത് ഫ്രീക്വൻസി അല്ലെങ്കിൽ കറണ്ട് വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫാണ് ഞാൻ വരയ്ക്കുന്നത്. നോക്കുക, ഇതാണ് നമ്മുടെ റെസൊണൻസ് കർവ്. ഇവിടെ റെസൊണൻസ് കർവ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എപ്പോഴാണോ നമ്മുടെ ഫ്രീക്വൻസി FR, അതായത് റെസൊണൻസ് ഫ്രീക്വൻസി ആവുന്നത്, ഓക്കെ, റെസൊണൻസ് ഫ്രീക്വൻസി ആവുന്നത്, ആ സമയത്ത് നമ്മുടെ സർക്യൂട്ടിലുള്ള കറണ്ട് എന്താണ്? മാക്സിമം ആണ്. ഈ ബ്ലൂ ലൈൻ കാണിച്ചിട്ടുള്ളത് എന്താണ്? മാക്സിമം അല്ലെങ്കിൽ കറണ്ടിൻ്റെ പാത്താണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. സോ വെൻ ഫ്രീക്വൻസി ഈക്വൽ ടു FR, ദ സർക്യൂട്ട് അലോ മാക്സിമം കറണ്ട്, ദാറ്റ് ഈസ് I max. പക്ഷേ ഈ രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ നോക്കിയേ, കറണ്ടിൻ്റെ വാല്യൂ എന്ത് ചെയ്യാണ്? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെസൊണൻസിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ സർക്യൂട്ട് മാക്സിമം കറണ്ടിന് അലോ ചെയ്യുള്ളൂ. ആ റെസൊണൻസ് ഫ്രീക്വൻസിൻ്റെ വാല്യൂ എത്രയാണ്? F ഈക്വൽ ടു 1/2π√LC ആണ്. അത് മനസ്സിലാക്കുക. നാച്ചുറൽ ഫ്രീക്വൻസിയിലാണ് അത് മാക്സിമം അലോ ചെയ്യുന്ന അർത്ഥം. ഓക്കെ, സോ അതാണ് ആദ്യത്തെ പോയിൻ്റായിട്ട് ഞാൻ എഴുതിയിട്ടുള്ളത്. മാക്സിമം കറണ്ട് I max ഈസ് അലൗഡ് ഫോർ എ ഫ്രീക്വൻസി FR നോൺ ആസ് റെസൊണൻസ് ഫ്രീക്വൻസി അല്ലെങ്കിൽ റെസൊണൻറ്റ് ഫ്രീക്വൻസി. ഇനി നോക്കുക, ഈ ഒരു കർവിൽ മാക്സിമത്തിൽ നിന്ന് ഞാൻ രണ്ട് സൈഡിലേക്ക് വരികയാണ്. ഫ്രീക്വൻസി അല്ലെങ്കിൽ FR നിന്ന് ഞാൻ രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി എത്തുന്ന സമയത്ത് നമ്മുടെ ഈ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് അതിൻ്റെ 70% അല്ലെങ്കിൽ 0.7 ടൈംസ് മാക്സിമം വാല്യൂ ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ശരിക്കുന്നത് ഹാഫ് പവർ പോയിന്റുകൾ. അല്ലെങ്കിൽ ഈ ഒരു ഫ്രീക്വൻസി, എ ഫ്രീക്വൻസി ഫോർ വിച്ച് the value of current reduces to 70% of maximum value അല്ലെങ്കിൽ 0.7 times the maximum value. ഈ ഒരു ഫ്രീക്വൻസിനെ വിളിക്കുന്ന പേരാണത് ഹാഫ് പവർ ഫ്രീക്വൻസി. ഒരിക്കലും ഹാഫ് പവർ ഫ്രീക്വൻസി വെച്ചിട്ട് കറണ്ടിൻ്റെ വാല്യൂ പകുതി ആവുന്നതായിട്ട് അസ്യൂം ചെയ്യരുത്. ആക്ച്വലി ഹാഫ് പവർ ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴാണോ നമ്മുടെ മാക്സിമം വാല്യൂ ഓഫ് കറണ്ടിൻ്റെ 1/√2 ടൈം ആവുന്നത്, അതായത് I max √2 ആവുന്നത് എപ്പോഴാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിനെയാണ് നമ്മൾ ശരിക്കും എന്ത് പറയുന്നത്? ഹാഫ് പവർ ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1/√2ൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം 0.707 ആണ്. അതുകൊണ്ടാണ് ഇവിടെ 70% അല്ലെങ്കിൽ 0.7 ടൈംസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അത് നോക്കാം. The frequency on either side of the resonant frequency for which the current is reduced to 0.7 or 70% of its maximum are known as half power frequency. ഇവിടെ ഏതൊക്കെയാണ് ഹാഫ് പവർ ഫ്രീക്വൻസി? F1 F2. അപ്പോൾ ഈ ഒരു ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യുന്നു? ഈ ഒരു കറണ്ടിൻ്റെ വാല്യൂ, മാക്സിമം വാല്യൂ കറണ്ടിൻ്റെ 70% ആയിട്ട് കുറയുന്നു. ആ ഒരു ഫ്രീക്വൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഹാഫ് പവർ ഫ്രീക്വൻസി. ഞാൻ വീണ്ടും പറയുന്നു, ഹാഫ് പവർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 70% ഓഫ് മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ആവുന്ന ഫ്രീക്വൻസിയാണ്. അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ഡിവൈഡഡ് ബൈ √2 ആവുന്ന വാല്യൂവിനെ വിളിക്കുന്ന പേരാണ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും F1 F2 രണ്ട് ഹാഫ് പവർ ഫ്രീക്വൻസീസ് അല്ലേ. ഈ രണ്ട് ഫ്രീക്വൻസി ഡിഫറൻസിന് അല്ലെങ്കിൽ ഈ സെപ്പറേഷൻ ബിറ്റ്വീൻ F1 ആൻഡ് F2നെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാൻഡ് വിഡ്ത്ത്.
ദാറ്റ് ഈസ് സെപ്പറേഷൻ ഓഫ് ഹാഫ് പവർ ഫ്രീക്വൻസി F2 മൈനസ് F1 അല്ലെങ്കിൽ F1 മൈനസ് F2 ആയാലും കുഴപ്പമൊന്നുമില്ല. F2 മൈനസ് F1 ഈസ് കോൾഡ് ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് LCR സീരീസ് സർക്യൂട്ട്. അപ്പോൾ F1 മൈനസ് F2നെയോ അല്ലെങ്കിൽ F2 മൈനസ് F1നെയോ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ബാൻഡ് വിഡ്ത്ത് ഓഫ് LCR സീരീസ് സർക്യൂട്ട്. ഇനി എന്താ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ? അതൊരു റീജിയനാണ്. ആ റീജിയൻ്റെ ഉള്ളിൽ ഒരുപാട് എന്തുണ്ടാവും? ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് അടങ്ങിയിട്ടുണ്ടാവും. നമ്മളിപ്പം നമ്മുടെ 3G 4G എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ എന്താണ്? ഓരോ ബാൻഡ് ഓഫ് ഫ്രീക്വൻസീസ് ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ 20 to 20 kHz എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു റേഞ്ചാണ് ഉദ്ദേശിക്കുന്നത്. ആ റേഞ്ചിനുള്ളിൽ പലതരത്തിലുള്ള ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പം ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? റേഞ്ച് ഓഫ് ഫ്രീക്വൻസി വിത്തിൻ വിച്ച് ദ റെസൊണൻസ് ടേക്സ് പ്ലേസ് ഇൻ LCR സീരീസ് സർക്യൂട്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ, ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഒരുപാട് ഫ്രീക്വൻസികളുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്.